ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിലെ സൂറത്തു തീൻ 21ാമത്തെ സൂറത്തായിട്ട് നിങ്ങൾക്ക് വരുന്നത് സൂറത്തു തീനാണ്. അപ്പോൾ നമ്മൾ മുമ്പുള്ള ഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ലഭിക്കാത്തവരെ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. 82 89 89 29 85. നമുക്ക് എക്സാമൊക്കെ അടുക്കുകയാണ്. ചോദ്യപേപ്പറുകളൊക്കെ തജ്വീദുൽ ഖുർആനിൻ്റെയും ദുറൂസിൻ്റെയും കിതാബത്തിൻ്റെയും ഒക്കെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ അയച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്നത്തെ സൂറത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു തീനാണ്. അപ്പോൾ നമുക്ക് ഉസ്താദ് ഓതുന്നതിൻ്റെ വോയിസ് കേട്ട് ആദ്യ ഭാഗം കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. بسم الله الرحمن الرحيم. والتين والزيتون والتين والزيتون وطور سينين وهذا البلد الأمين. آية വഹാദൽ ബലദിൽ അമീൻ. വഹാദൽ ബലദിൽ അമീൻ ആവാൻ പാടില്ല, ബലദിൽ അമീൻ അല്ല, ബലദിൽ അമീൻ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഫീ അഹ്സനി തഖ്വീം. ഫീ അഹ്സനി തഖ്വീം എന്ന് തായിന് ശബ്ദമുണ്ടോ നോക്കിയേ, ഇല്ല. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അസ്ഫല സാഫിലീൻ ഉണ്ടാ, കുറേ ആളുകൾ ഓതുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അസ്ഫല സാഫിലീൻ ഇല്ല. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഓക്കേ, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ എന്നാണ് വേണ്ടത്. ഫലഹും അജ്റുൻ, മജ്ർ അല്ല, മജ്ർ 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 നോ, അജ്ർ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അപ്പോൾ സൂറത്ത് എല്ലാവരും നന്നായി മനസ്സിലാക്കി ഓതി പഠിക്കാം. ഇനി നെക്ര വായിക്കാനുള്ള അതിൽ നിന്നുള്ള ചെറിയ വേർഡ്സുകൾ വായിച്ച അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിക്കാനാണ്. സ്വന്തമായിട്ട് വായിക്കുക, എന്നിട്ട് അത് സ്വന്തമായിട്ട് ഓതുക. അപ്പോൾ അതിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ട ചെറിയ വേർഡ്സുകൾ മാത്രമേ ഉള്ളൂ. വത്തീനി, വത്തീനി മനസ്സിലാക്കുക. വസ്സൈതൂനി, വസ്സൈതൂനി. വതൂരി സീനീൻ, വതൂരി സീനീൻ. വഹാദൽ ബലദിൽ അമീൻ. ബലദില്ല, ലമീനായി പോവരുത്, ബലദിൽ അമീൻ മനസ്സിലാക്കുക. സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള അംസ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് തജ്വീദ് പഠിക്കാനുണ്ട്. അതാണ് ഇവിടെ ബലദിൽ അമീൻ. ലമീൻ, ലാമിന് ശബ്ദ വരരുത്. അപ്പോൾ ബലദിൽ അമീൻ മനസ്സിലാക്കുക. പിന്നെന്താ, ലഖദ് ഖലഖ്ന ഫീ അഹ്സനി തക്വീം. അഹ്സനി തക്വീം ഉസ്താദ് ഓതിയത് നിങ്ങൾ കേട്ടില്ല, ഇവിടെ താന് ശബ്ദ വരരുത്. ഫീ അഹ്സനി തക്വീം. സുമ്മ റദദ്നാഹു, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അസ്ഫല സാ ശബ്ദ വരുന്നു പോകരുത് മനസ്സിലാക്കുക. അടുത്തതാ
വഅമിലു സ്വാലിഹാത്തി. ഇവിടെ ശദ്ദുള്ള സ്വാദ് വന്നു. വഅമിലു സ്വാലിഹാത്തി. മനസ്സിലാക്കുക. അപ്പോൾ എക്സാമാണ് വരുന്നത് ഇതുപോലെ. സുമ്മ റദദ്നാഹു. ഇതിൽ ഏത് അക്ഷരത്തെയാണ് ഉന്നത്ത് ചെയ്ത് ഓതേണ്ടത്? ചോദ്യം വരാം. ഏതിനെയാണ്? മീമിന്, ശദ്ദുള്ള മീമിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ വഹാദൽ ബലദിൽ അമീൻ. ഇതിൽ എത്ര അലിഫുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണി എഴുതാൻ കഴിയണം. വഹാ, ഹാ എന്നുള്ളടത്ത് 1, ഹാദ ഇവിടെ 2, അൽ ഇവിടെ 3, ഇവിടെ 4, ബലദിൽ, പിന്നെ ഇവിടെ അമീൻ 5. മനസ്സിലായില്ലേ? 1 2 3 4 5 അലിഫുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഈ ചെറിയ അലിഫൊക്കെ നമുക്ക് മനസ്സിലാക്കി എണ്ണാൻ കഴിയണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അവിടെ ലാം അലിഫാണ്, അതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ ഇതിൽ എത്ര മദ്ദക്ഷരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാലോ? ഇതിൽ മദ്ദക്ഷരങ്ങൾ അലിഫും ഉണ്ട്, ഇവിടെ യാ ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ വാവ് വരുന്നതും ഉണ്ടാവാം. വസൈത്തൂനി ഇവിടെ വാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് ഏത് അക്ഷരത്തെ നീട്ടാനാണ് വന്നത് എന്ന് ചോദ്യം വരും. ഏത് അക്ഷരത്തെയാണ്? താഇനെയാണ് വാവ് കൊണ്ട് നീട്ടാൻ വന്നത്. അപ്പോൾ അത് അക്ഷരം നമുക്ക് എഴുതാൻ കഴിയണം. താഇനെയാണ് ഇവിടെ നീട്ടിയത്. ഇവിടെയോ? ഇവിടെ താഇനെയാണ് യാ കൊണ്ട് നീട്ടിയത്. അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയണം. ഇവിടെ ഫീ എന്നുള്ളിടത്ത് ഏതിനെയാണ് നീട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് ഫ എഴുതാൻ കഴിയണം. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കി കാണിച്ചു കൊടുക്കുക മക്കൾക്ക്. ഏതാണ് നീട്ടാൻ വന്ന അക്ഷരം എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയണം. അപ്പം അത് നന്നായി മനസ്സിലാക്കുക. ഇതിലുള്ളൊരു വർക്കല്ല, ഞാനതിൻ്റെ കൂടെ പറഞ്ഞതാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഓർമ്മ ആയപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി തന്നെ ഇവിടെ വായിക്കാനുണ്ട്. എന്താണ്? അജുറുൻ ഐറു മംനൂൻ. അജുറുൻ ഐറു മനസ്സിലാക്കുക. മംനൂൻ, ഐറു മംനൂൻ. അടുത്തതാ ഫമാ യുകദ്ദിബുക. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ബഅദു ബിദ്ദീൻ. ബി അഹ്കമിൽ ഹാക്കിമീൻ. ബി അഹ്കമിൽ ഹാക്കിമീൻ. മനസ്സിലാക്കുക. ഇനി ഇവിടെ എന്താണ്? ഹുറൂഫു ഷംസിയ. ഹുറൂഫു ഷംസിയ ചില അക്ഷരങ്ങൾക്ക് മുമ്പുള്ള അലിഫ് ലാമിനെ ഉച്ചരിക്കാതെ ഉന്നത്ത് ചെയ്തോതണം, ഇദാം ചെയ്യണം. വത്തീനി. വത്തീനി മനസ്സിലായില്ലേ? ഇവിടെ അൽ എന്നുള്ള ഈ വസ്ലിൻ്റെ അലിഫിൻ്റെ ആയു ലാമു നമ്മൾ ഉച്ചരിക്കൂല, അതിനാണ് ഷംസിയ. അപ്പോൾ ഇവിടെ ഷംസിയായ അക്ഷരങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. താ, സാ, റാ, സായി, സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, നൂന്. അപ്പോൾ ഇവിടെ 11 അക്ഷരങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ ഷംസിയായ അക്ഷരങ്ങൾ 14 നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവസാനം പാടായിട്ട് ഷംസിയായ അക്ഷരം, കമരിയായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും അക്ഷരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? വത്തീനി, വസ്സമറാത്ത്, വസ്സമറാത്ത്, വർറൂഹു, വസ്സൈത്തൂനി, വസ്സമായി, വശഫ്ഇ, വസ്സൈഫ്, വല്ലുഹാ, വത്താരിഖ്, വല്ലാഹിർ, വന്നഹാർ. അപ്പം നമ്മൾ ഇവിടെ ഒന്നും അലിഫ് ലാം ഉച്ചരിച്ചിട്ടില്ല. അപ്പം ഇവിടെ നിന്ന് ഇതിൽ നിന്ന് എക്സാമിന് വരുന്ന ചോദ്യം എന്താണ്? ഷംസിയായ അക്ഷരങ്ങളിൽ നിന്ന് 5 എഴുതുക, ഷംസിയായ അക്ഷരങ്ങളിൽ നിന്ന് 4 എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദ്യം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും ഷംസിയായ അക്ഷരങ്ങൾ ഒരു 10 നമ്മൾ എഴുതി പഠിക്കുക. താ, സാ, റാ, സായി, സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, നൂന്. ഇതിൽ നിന്ന് 10 അക്ഷരങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഷംസിയായ അക്ഷരങ്ങളിൽ നിന്ന് 5 എഴുതുക, 6 എഴുതുക, അങ്ങനെ വന്നിട്ട് തരും. അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചോദ്യം തരിക? അപ്പം നമുക്ക് കമരിയായ അക്ഷരങ്ങൾ ഇതുപോലെ പഠിക്കാനുണ്ട്. മുമ്പ് പാഠത്തിൽ എടുത്തോ ഇനി എടുക്കുന്ന പാർട്ടിലാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട് എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഈ പാഠത്തെ ആസ്പദമാക്കി ഞാൻ പറയുകയാണ്, എന്തായാലും ഇത് പഠിക്കുക.
നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും സംശയ അക്ഷരങ്ങൾ ചോദിക്കും. 5 അക്ഷരം എഴുതുക എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തരുന്നത്, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, വസ്സമായി, വസ്സമായി എന്നൊരു വേർഡ്സ് തരും. ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ശംസിയായ അക്ഷരങ്ങൾ ചോദ്യം വരും. അപ്പം നമുക്കിവിടെ വന്നത് സീന് ശംസിയായ അക്ഷരമാണ്, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാൻ കഴിയണം. അപ്പോൾ 2 3 അക്ഷരങ്ങൾ വരുന്ന ഒരു വേർഡ്സ് ആയിരിക്കും വരിക. ഇതിപ്പോൾ ചെറിയൊരു വേർഡ്സ് ആയതുകൊണ്ടാണ് നമുക്ക് അതിന് 1 കിട്ടിയത്. ഇവിടെ ഇത് മുഴുവനായിട്ട് തരികയാണെങ്കിലോ വസ്സമായി വത്താരിക്ക്, ഇതിൽ നിന്നുള്ള ശംസിയായ അക്ഷരങ്ങൾ എടുത്ത് എഴുതുക എന്ന് പറഞ്ഞ് ചോദ്യം തന്നാലേ നമുക്ക് സീൻ എഴുതാം, പിന്നെ തോ എഴുതാം, റ എഴുതാം. ഇത്രയും അക്ഷരങ്ങൾ ശംസിയായ അക്ഷരങ്ങളാണ്, മനസ്സിലാക്കുക. അപ്പം അതുപോലെ വന്നാൽ നമുക്ക് അതിൽ നിന്ന് അക്ഷരങ്ങൾ ഇതുപോലെ എടുത്ത് എഴുതാൻ കഴിയണം. സീന് തോ റ എന്ന്. അപ്പോൾ അത് അക്ഷരങ്ങൾ നന്നായി പഠിക്കാം. ഇനി ഇവിടെ വന്ന വർക്ക് എന്താണ്? ഹുറൂഫു ഷംസിയ മിന സൂറത്തുൽ ആയത്ത്. താഴെയുള്ള ആയത്തിൽ ഷംസിയായ ഭാഗം വന്നത് അടയാളപ്പെടുത്താനാണ്. അതായത് ഇങ്ങനെ വന്നത് വസ്സമായി വത്തോരിക്ക്. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വന്നു. പിന്നെ മത്തോരിക്ക് ഇവിടെ വന്നു. പിന്നെ എവിടെയാണ്? അലിഫ്ലാം ചേർന്ന് വരുന്നതാണ്, അല്ലാതെ ശംസിയായ അക്ഷരങ്ങൾ വരാം. ഇങ്ങനെ നമുക്ക് ഉച്ചാരണം വരുന്നത് അലിഫ്ലാം ചേർത്തിട്ട് ആ അക്ഷരം വരുന്നതാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. നേരത്തെ നമ്മൾ ചോദിച്ചത് ശംസിയായ അക്ഷരങ്ങൾ ഏതൊക്കെ എടുത്ത് എഴുതാനാണ്. അതൊരു ചോദ്യമാണ്. ഈ സൂറത്തിൽ എവിടൊക്കെ ശംസിയായ അക്ഷരം വന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അതായത് അലിഫ്ലാം ചേർന്ന് വരുന്നതാണ് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്, മനസ്സിലാക്കുക. അവിടെ അന്യജുമു ഇതുപോലെ, പിന്നെ സാക്കിബ്, പിന്നെ ഇവിടെ വന്നത് ഇതാ ബൈനിസുൽബി വത്തറായിബ്. പിന്നെ ഇവിടെ വരുന്നത് അതാ തുബുലസ്സറായ, മനസ്സിലാക്കുക. ഈ വസ്ലിൻ്റെ അലിഫൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പം അത് അലിഫും ലാമും കൂടി ചേർന്ന് വരുന്നതാണ്, മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ്? വസ്സമായി ദാത്തിർ റജ, അലിഫ് ലാമ് റായിനോട് ചേർന്ന് വന്നു. പിന്നെ ദാത്തിസ്വദൾ, മനസ്സിലാക്കുക. പിന്നെന്താണ്? ഇവിടെ ബിൽ ഹസ്ല്, ഇവിടെ ഹ കമരി ആയതുകൊണ്ടാണ്, ബിൽ ഹസ്ല് കമരി ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എൽ എന്നുള്ളത് ഉച്ചാരണത്ത് വന്നത്, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വന്നത് ഫമഹിലിൽ കാഫിരീന, ലിൽ ഇവിടെ കമരിയാണ്, അപ്പോൾ അത് ഉച്ചാരണത്ത് വരുന്നുണ്ട്, അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉച്ചാരണത്ത് വരാത്തതാണ് ശംസിയായത് ദാത്തിസ്വദൾ. അപ്പോൾ ലാമിന് അതിൻ്റെ മേലെ സുക്കൂൻ ഉണ്ടാവില്ല, ഇവിടെ കണ്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക, അടയാളപ്പെടുത്താൻ മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ അക്ഷരങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അത് ഈ ആയത്തിൽ എവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ആ അക്ഷരങ്ങൾ ഓരോന്ന് എടുത്ത് എഴുതാനിതാ റാ, ലോദ്, സോദ്, താ, ഇത്ര അക്ഷരങ്ങൾ ഇതിൽ ശംസിയായ അക്ഷരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എത്രയാണ് ഈ 21ാമത്തെ സൂറത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട വർക്കുകൾ. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.